ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ബുറാക്ക്, അതായത് ബുറാക്ക് പറഞ്ഞൊരു പുതിയൊരു വണ്ടി എടുത്ത്, അപ്പോൾ ആ ബുറാക്കിനെ എടുത്ത് കൊണ്ടുപോകുന്നു. നമ്മുടെ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പിൽ എടുത്ത ആരകനാണ് ഈ ബുറാക്ക്. ശരിക്കും പറഞ്ഞാൽ നോർമൽ ബസ്സാണ്, ജെറ്റ് ബസ് തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് പാസഞ്ചർ ജെറ്റ് ബസ് സൈഡും ബാക്കിലും, പിന്നെ നെഹിയാൻ ഗെയിമിംഗ് എഡീഷനിൽ ഇട്ടാണ് അൽ ബുറാക്കിൻ്റെ. നമ്മളെ നോർമൽ ബുറാക്കിനെല്ലാം നമ്മൾ ബുറാക്ക് റാപ്റ്റർ പറഞ്ഞ ബുറാക്കാന്നുള്ളത് ആദ്യം ഉണ്ടായത്. പിന്നെ നെഹിയാൻ ഗെയിമിങ്, അതായത് ഞാനാക്കിയ ഒരു സംഭവമാണ് റാപ്റ്റർ. കുറച്ച് കാലത്തിന് ശേഷം റാപ്റ്ററിൻ്റെ ഇത് വരും. അപ്പം നമുക്ക് റാപ്റ്ററിന് കുറച്ച് കാലത്തിന് ശേഷം, അതായത് ഈ ബുറാക്ക് തന്നെ, പക്ഷേ ഈ നെഹിയാൻ ഗെയിമിങ് അല്ല ഉണ്ടാകാം. റാപ്റ്റർ വരും, ബാക്കിൽ റാപ്റ്ററും വരും. പിന്നെ കളറ് ബ്ലൂയിഷ് അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനത്തെ ടൈപ്പായിട്ട് അടുത്തത് പുതിയതാണ് വരുന്നത്. കളർ ഉറപ്പിച്ചിട്ടില്ല ബുറാക്കിൻ്റെ. ഓക്കെ, അതായത് നമ്മളിപ്പം പോകുന്ന വെച്ചാൽ നേരെ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ബുറാക്കിൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പാണ്. അപ്പോൾ നമ്മുടെ ജയ്ഗുരുവിനെ എന്താക്കി നമ്മൾ കഴിച്ചെല്ലും പിച്ചിട്ടുണ്ട്. ഇനി ബുറാക്കിൻ്റെ ഓവർലോഡ് ഷോ ആണ് വരാൻ പോകുന്നത്. അതായത് ജയ്ഗുരുവിൻ്റെ സ്കിന്നും കാര്യങ്ങളും എല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് ഫുള്ളും മാറ്റി. അതായത് വണ്ടീൻ്റെ ഇൻറ്റീരിയർ പോർഷനൊന്നും കുഴപ്പമില്ല, ഇൻറ്റീരിയറൊക്കെ സെയിം ഇൻറ്റീരിയർ തന്നെ. ബട്ട് നമ്മൾ എനിക്ക് കുറച്ച് മാറ്റം വരാമെന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മുടെ ഈ വണ്ടീൻ്റെ റിം പുതിയതായിട്ട് വരിപ്പിക്കും. അതായത് എന്തായാലും റാപ്റ്റർ എടുക്കാൻ 1 വർഷമാവും. റാപ്റ്ററിൻ്റെ ഏകദേശം പണി ചെയ്യുമ്പോഴത്തേക്ക് 1 വർഷത്തിൻ്റെ മേലാവും. അതായത് അതെന്താ വെച്ചാൽ റാപ്റ്ററിൻ്റെ വണ്ടിക്ക് കുറച്ച് പണി അധികം കൂടുതലാണ്. അതായത് സ്കിന്ന് കളർ കൊടുക്കുമ്പം ഈ ഗ്ലാസ് ഓവർലോഡായിട്ട് കളർ വരും. നമ്മൾ ആദ്യം വിചാരിച്ചത് വെച്ചാൽ ബുറാക്കിൻ്റെ നെഹിയാൻ ഗെയിമിങ്ങിൻ്റെ ഇത് കൊടുക്കാൻ വിചാരിച്ചത്, കളർ കൊടുക്കാൻ വിചാരിച്ചപ്പം കളർ 1 വർഷത്തിന് മേലെ അടിച്ചിട്ട് ഒട്ടിക്കണം. ഈ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും ഒട്ടിക്കണം. അതായത് നമ്മുടെ കെയിൻ്റെ ഫോട്ടോ ഒട്ടിക്കുന്ന ഇതിലോ ഒരു ഉറപ്പുണ്ട്. ആൻഡ് ബുറാക്ക് ഇപ്പം ഞാൻ പറയുന്ന ബുറാക്കിനി ഓർത്താൽ മതി. ഈ ബുറാക്കാണ് നെഹിയാൻ ഗെയിമിക്ക് 2 തരം ബുറാക്കിനി വരുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ ബുറാക്ക് എല്ലാവരും കാത്തുക്കണം. എന്തായാലും ബുറാക്കിൻ്റെ ഒരു ടൈമാണ്. ബുറാക്ക് പറഞ്ഞ വണ്ടി തന്നെ വലിയൊരു വണ്ടിയാണ്. കൊച്ചി ട്രിവാൻഡ്രം എല്ലാം പോകുന്നൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഇന്ന് ട്രിവാൻഡ്രം പോകേണ്ട ഒരു ട്രിപ്പ് കിട്ടിയത്. ട്രിവാൻഡ്രം ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കണ്ണൂരിലെത്തണം. ഇനി അടുത്ത ആഴ്ചയിനുള്ളിൽ കണ്ണൂരിലെത്തണം. എന്നാലാണ് ബുറാക്കിൻ്റെ അതായത് നമ്മുടെ സ്വന്തം വണ്ടിയായ റാപ്റ്ററിനെ പുറത്തിറക്കേണ്ട സമയം. റാപ്റ്റർ വരുന്നുണ്ടെങ്കിൽ തന്നെ 5,000 റുപ്യേൻ്റെ മേലെ എത്തും. അതായത് ഇപ്പം ടൈമിൽ 35,975 ബുസ്റ്റഡ് മണി ഉള്ളത്. ആൻഡ് നമുക്ക് കിട്ടേണ്ട വെച്ചാൽ 4,50,560 റുപ്യാണ് ടോട്ടലി ഈ ബുറാക്കിൻ്റെ ഫുൾ പണിയും ചെയ്യുന്നത്. അതായത് ഈ ബുറാക്കിൻ്റെ ലൈറ്റ് വർക്ക്സ് കുറേ സംഭവമുണ്ട്. ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ആ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ പോകണം. ആൻഡ് ഇപ്പം ആൾ വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ബുറാക്കിൻ്റെ പകുതി പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ ഞാൻ ഇതാക്കി എടുത്താന്ന് ഒരു ട്രിപ്പ് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബുറാക്കിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ ട്രിപ്പാണ്. ഒരു ടീച്ചറും ബാക്കി കുറേ സ്റ്റുഡൻസും ഉണ്ട്. അപ്പം ടീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചർ നീല കളർ ടീച്ചറാണ്. ടീച്ചറൊക്കെ വണ്ടി കയറിയിട്ട് ബസ്സിൽ 2 ആളും കയറുന്നുണ്ട്. ടീച്ചർ കയറി. ടീച്ചർ അവിടെ ഇരുന്നത്, ടീച്ചർ 2ാമത്തെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. ബുറാക്കിൻ്റെ പണി ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ വരും. അപ്പം സ്റ്റേ ട്യൂൺഡ് ഫോർ ബുറാക്ക്. അടുത്ത വണ്ടിയാണ് ബുറാക്ക് റാപ്റ്റർ കിങ്. കിങ്ങിൻ്റെ പണി വെച്ചാൽ വെറുതെ നാട്ടിൽ നിന്ന് ഇങ്ങനെ നടക്കുന്ന കിങ് അല്ല, നോർമൽ കിങ് ആണ്. അപ്പം പരങ്കായൂർ പറഞ്ഞൊരു സ്ഥലത്തോട്ട് നേരെ പോകുന്നതാണ്. അപ്പം അങ്ങോട്ട് ആ വഴിയിലാണ് പോകുന്നത്. ബിക്കോസ് നമ്മുടെ ഈ ഇത്രക്കും വലിയ ഹിദായ പറഞ്ഞ, അതായത്
ഹിദായൻ്റെ അർത്ഥം വെച്ചാൽ ഇവിടെ സ്കൂളാണ്, ആ സ്കൂളിൽ ആവുന്നതാണ്. അപ്പം നമ്മുടെ ഈ റാപ്റ്റർ ബുറാക്ക്, അതായത് റാപ്റ്റർ ബുറാക്ക് ഇറങ്ങുന്ന മുമ്പ് ഫസ്റ്റ് നെഹിയാൻ ഗെയിമിങ് ഇറങ്ങി മെല്ലനെ ഈ പണി കയ്യിലുള്ളൂ. ജസ്റ്റ് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ജസ്റ്റ് പണിയെടുത്താൻ വിചാരിച്ചപ്പം ഞാൻ ഇതാക്കി ബുറാക്കിന് സ്റ്റിക്കർ നമ്മൾ പുറത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റിക്കർ കണ്ടിട്ട് സ്കൂൾ ട്രിപ്പിന് ബുക്ക്, അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് ആൾ വിളിച്ചിട്ടുണ്ട്. നമ്മൾ അന്നേരം ട്രിവാൻഡ്രത്തിൽ വണ്ടി ഒന്ന് ഫുള്ളും പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പാടെ തന്നെ ട്രിവാൻഡ്രത്തിൽ നിന്ന് തന്നെ ഒരു വിളി കിട്ടിയത്. ആ വിളിയാണ് ഈ വിളി, ഈ സ്കൂൾ ട്രിപ്പ്. ഇപ്പോൾ സ്കൂളല്ലോ ഇവിടെ തുറന്നിട്ടുണ്ട്, എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ തുറക്കും. ആൻഡ് ഓൾസോ സ്കൂൾ തുറന്നാൽ പിന്നെ വീക്കെൻഡിലേ വീഡിയോ വരുള്ളൂ, അതായത് ശനിയും ഞായറും മാത്രമേ വീഡിയോ വരുള്ളൂ. അതിനകത്ത് എല്ലാവരും സപ്പോർട്ടും ഷെയറും എല്ലാം ചെയ്തിരിക്കണേ, എന്നാലേ ഇനി സ്കൂളിൻ്റെ സമയമായതുകൊണ്ട് മൺഡേ ടു ഫ്രൈഡേ വീഡിയോസ് ഉണ്ടാവില്ല. എന്തായാലും ശനിയും ഞായറും എന്തായാലും ഉറപ്പായിട്ടും വീഡിയോസ് ഇടും. എന്തായാലും വീഡിയോസ് ഇടാൻ കഴിയൂലാത്തതുകൊണ്ടുള്ളൊരു കാര്യം കൊണ്ട് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായിട്ടും കണ്ട് എല്ലാവർക്കും നിങ്ങളെ ഫോളോവേഴ്സിൻ്റെ അടുത്തെല്ലാം പറയണം. ഓക്കെ, നമുക്ക് നേരെ സമയം കളയേണ്ട നേരെ ഇതിലോട്ട് പോകാം. അതായത് നമ്മുടെ വണ്ടിയിലിപ്പം കുറച്ച് കയറിയിട്ടുണ്ട്. നേരത്തെ വേറൊരു വണ്ടി പോയിട്ടുണ്ട്, അതായത് നമ്മുടെ ബുറാക്കല്ല, നമ്മുടെ ജയ്ഗുരു FF ഹെങ്സ്റ്ററില്ലേ, ഹെങ്സ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഹെങ്സ്റ്റർ ZS3 അടുത്ത ആൾ. അപ്പം ZS3 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ZS3 ഒന്നും എടുക്കണം, നോർമൽ ജെറ്റ് ബസ് എന്നിട്ട് എടുത്താൽ മതി. ബട്ട് പുള്ളിക്കാരന് ജെറ്റ് ബസ് ഇല്ല, ZS3 ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരൻ എന്താക്കി പോയിട്ടുണ്ട്. ആൻഡ് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ഫോട്ടോയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ആൻഡ് ഓൾസോ വീഡിയോക്ക് നല്ല ലൈക്സ് തരണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ചിലപ്പം പറയാൻ ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഓരോരോ സ്ഥലത്തിൻ്റെ ഇത് മാപ്പ്, ഹിഡൻ മാപ്പെല്ലാം പറയുമ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ, നമ്മൾ അഥവാ അറിയുന്നുണ്ടെങ്കിൽ തന്നെ എന്തായാലും കാണണം. ചിലപ്പം അതിൻ്റെ അകത്ത് പല ഇതിൻ്റെ ഇത് പറഞ്ഞുതരും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്, ട്രക്ക് സിമുലേറ്ററിൻ്റെ ID ഡൗൺലോഡ് ഇങ്ങനെല്ലാം വരുന്നുണ്ട്. ഇതാ മാപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇസ്താനോ ബസ പങ്ക്രൂയൂർ പറഞ്ഞ ഏതോ സ്ഥലത്താൻ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നേരെ പോകുന്ന വെച്ചാൽ ഏതോ സ്പോട്ടാണ്, എന്താണ് ഇസ്താനോ റാജോ ബസ പറങ്കായൂർ പറഞ്ഞെന്തോ റസോ പറഞ്ഞെന്തോ സ്ഥലത്താൻ ഇവരെ കൊണ്ടാക്കണം. ആൻഡ് നമ്മുടെ ഈടെ കുറച്ച് പുലങ്ക് പെറുകീനെല്ലാം കണ്ടിട്ട് എത്ര കാലമായി, ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ വരുന്നതാണ്. അപ്പം മാക്സിമം സ്കിപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം. ബിക്കോസ് വീഡിയോയിൽ നല്ല നല്ല കാര്യമുണ്ട്. 99% ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. ബെമ്പേ പോവുക, സ്പീഡിൽ പോയാലും നടക്കാം. എന്തായാലും വേഗം പോകുന്നുണ്ട്. അങ്ങനെ വണ്ടീൻ്റെ ഓവറോൾ കാര്യം വെച്ചാൽ നമ്മുടെ വണ്ടീൻ്റെ ഇൻറ്റീരിയർ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇൻറ്റീരിയറിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ആൻഡ് ഓൾസോ KBR മോഡിൽ നിങ്ങൾക്ക് ഇൻറ്റീരിയർ എല്ലാം മാറിയിട്ട് കിട്ടും. നിങ്ങൾ വിചാരിക്കുന്ന ആളപ്പം ഇൻറ്റീരിയർ മാറി വരുന്ന ഈ KBR ഒഫീഷ്യലിൻ്റെ ഇതിലാണ് KBR ട്രാഫിക് മോഡ്. ഞാൻ ട്രാഫിക് മോഡ് ആക്കാത്തതുകൊണ്ടാണ് നമ്മുടെ നോർമൽ ഇൻറ്റീരിയറാണ്. വേണമെങ്കിൽ ആക്കാം നോർമൽ ഇൻറ്റീരിയർ, അതായത് KBR. പക്ഷേ KBRൻ്റെ മോഡ് കുറേ ഡൗൺലോഡ് ആക്കലും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ ആകുന്നതുകൊണ്ട് വീഡിയോ കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ എന്തായാലും ഗോവ ട്രിപ്പ് വരുന്നുണ്ട്. ഗോവൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സമയമാവും, അന്നേരം വീഡിയോ കാണണം. എന്തായാലും 2 മണിക്കാണ് 3 പാർട്ട് ഇടാൻ വിചാരിക്കുന്നത്. അതായത് 3 പാർട്ട് ഒരുമിച്ചിട്ടില്ല,
അത് ഒറ്റ വീഡിയോയിലായിട്ടാണ് ഇടുന്നത്. ബിക്കോസ് ഗോവ ട്രിപ്പ്. പക്ഷേ നിങ്ങൾ ഇത് മൈൻഡാക്കേണ്ട. ഹലോ ഗൈസ്, അതെന്താക്കുക, ഞാൻ എന്താക്കും, അത് മൂന്ന് പാർട്ടായിട്ട് എടുക്കാൻ വിചാരിച്ചു. പിന്നെ എഡിറ്റിങ്ങോടെ കുറച്ച് മാറ്റം വരുത്തണം വിചാരിച്ചപ്പം ഞാൻ എന്താക്കി ഒരു പാർട്ടാക്കിയിട്ട് എടുത്ത്. അപ്പം ഞാൻ 3 വട്ടം, അതായത് ഫസ്റ്റത്തെ ഹലോ ഗൈസിന് ശേഷം 2 വട്ടം ഹലോ ഗൈസ് ഉണ്ട്. അതായത് ഒക്കെ വരുന്നുണ്ട് എന്തായാലും. അന്നേരം ആരും നോക്കണ്ട. പിന്നെ എല്ലാം വന്നുകൊണ്ട് പൊളിയേനു ഫുള്ളും വണ്ടി. കെയിൻ്റെ പരം നമ്മൾ പോയ വണ്ടി വെച്ചാൽ നമ്മുടെ സുഗുണൻ്റെ സ്മുഖിയായ സ്വാനിൽ തന്നെയാണ്. സ്വാനിലാണ്, അതായത് നമ്മുടെ ഫോർസ് ട്രാവലറിലാണ് പോയത്. ട്രാവലറിൽ 6500 രൂപൻ്റെ ചിലവാണ് ഒരു ദിവസം ഉണ്ടായത്. ആ ചിലവ് കഴിഞ്ഞിട്ട് കിട്ടിയപ്പോൾ എത്രയായത്? ഈ 6500 ഒരുമിച്ച് എല്ലാവരും ഇട്ടാണ്. പക്ഷെ ഒറ്റടിച്ച് പോയി മോനെ, പോയി ഖത്തം. കേയാ ഗുഡ് ബൈ താത്ത എന്ന് പറഞ്ഞിട്ടാണ് അവിടെ മണി പോയത്. മണി പോയോടെ പോയി എത്രയോ പോയി. ഹോണൊക്കെ അടിച്ചാലൊന്നും മര്യാദയ്ക്ക് ഈ വണ്ടികളൊന്നും നിൽക്കില്ല. നിങ്ങൾ ഇനി മോഡ് ആക്കരുത്, ഒരു മോഡും വണ്ടി ആക്കരുത്. ബിക്കോസ് ജെറ്റ് ബസ്സിൻ്റെ കാര്യത്തിൽ, അതായത് ജെറ്റ് ബസ്, യുഡിസ്ത്ര അങ്ങനത്തെ എല്ലാം വണ്ടി എടുത്തു. പക്ഷേ മറ്റേ മോഡുകൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ശരി, ട്രയാങ്കിൾസിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കണം. ട്രയാങ്കിൾസ്, അതായത് നമ്മുടെ ട്രയാങ്കിൾസ് ആ സൈഡിൽ വരുന്നത്. അതിൻ്റെ മേലെ എത്തരുത്. 50,000 മേലെ എത്തിയാൽ പിന്നെ പണി പോക്കാം. ചിലതെല്ലാം ലാഗ് വരും, ചിലത് ലാഗ് വരാണ്ടിരിക്കും. അപ്പം ഫുള്ളി ഒന്ന് പണി കിട്ടും. അപ്പം പണി കിട്ടുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറിക്കിട്ടണം എന്തായാലും. ഫുൾ സീനാണ് കേട്ടോ. എന്താ പൊളി വൈബ് നല്ലൊരു റോഡ്. പക്ഷേ മഴൻ്റെ ആയിരുന്നു, രാത്രി സമയത്തല്ലോ ഈ റൂട്ടിൽ വരണം. പക്ഷേ വരൂല. ഞാൻ നോക്കട്ടെ മാപ്പ് എന്തായാലും. ജയ്ഗുരു എന്തായാലും യങ്സ്റ്റർ കുറച്ച് കഴിഞ്ഞിട്ടേ വരാൻ ചാൻസ്. ബിക്കോസ് ജയ്ഗുരുവിൻ്റെ വൈമുൻ്റെ സ്ഥലം വെക്കുന്നുണ്ട്. അതായത് ഓക്കെ. അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടില്ല. നമ്മൾ ഏതൊരു കാട്ട് ഗ്രൗണ്ടിലെ കയറിപ്പോയി കേട്ടോ. ഇങ്ങോട്ടാണ് നമ്മുടെ ഫുൾ തിരക്ക് ഇപ്പോൾ അല്ലേ കുറച്ചാണ്. ഇതെന്നാ ആട് ബീഫ് എന്തെല്ലാം ഉണ്ടാക്കുന്ന പീടികയിൽ. ആൻഡ് ഓൾസോ നമുക്ക് ഇതേ പോവാം. ഇവിടെ സ്ഥലം എത്തിയിട്ടുണ്ട്. അതായത് പൂർവേ മഗസ്തോ ലിഗോസ്ത പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് യൂട്ടേൺ ഇട്ടിക്കുക സ്പീഡിൽ. ഒരു പ്രശ്നമായല്ലോ കടം കൊണ്ടിനെ പൂന്തോലം എൻ്റെ പോലീസ് അയത്താൽ മുഴപ്പിൻ്റെ ഒരു പ്രശ്നമാണല്ലോ. നമുക്ക് പാട്ടും പാടുണ്ട് ഉണ്ടോ. ഫ്രണ്ടിൻ്റെ ജെറ്റ് ബസ്സിൻ്റെ ലുക്ക് ഏത് പൊളി ലുക്ക്. നൈസായിട്ട് ചെറുതായിട്ട് കയറ്റം നോക്കാം. ഇല്ലേ ഓൺ ചെയ്യില്ല. അപ്പം ആളൊക്കെ ഇറങ്ങട്ടെന്ന് ഫുൾ ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി വണ്ടി ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ആളൊക്കെ ഇറങ്ങി. എക്സിറ്റ് ഡ്രൈവർ, അതായത് ഞാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് സ്റ്റഡി ടൂറാണെന്ന് തോന്നുന്നു. സ്ഥാനോ ബസ്സ സാറെല്ലാം കണ്ട ബിസ് പൊളി. നല്ല രസമുണ്ട് സ്പോട്ടൊക്കെ. എല്ലാവർക്കും ഇവിടെ വേണമെങ്കിൽ പോവുക. ട്രിപ്പായി ഇങ്ങനെ ആയിരിക്കണം സ്ഥാന ബസ്. അപ്പം നമ്മുടെ പരാഗൂർ മറ്റേ ഈ വണ്ടി ഇപ്പം എന്തായാലും വരും. അപ്പം അതിൻ്റെ ഫോട്ടോ എന്തായാലും യങ്സ്റ്റർ ലേറ്റായിട്ടേ വരും. ബിക്കോസ് ഞാൻ മാപ്പ് വഴി കാണിച്ചു തരാം. അതായത് നമ്മൾ ട്രിവാൻഡ്രം ഇവിടെയാണ്. അപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ഇവൻ
കൊച്ചിയിലോട്ട് പോയി അറിയാണ്ട് എറണാകുളം റൂട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എറണാകുളത്ത് ഇപ്പം ഇവിടെ ഉള്ള ഒരു മെസ്സേജ് തന്നിട്ടുണ്ട് നേരത്തെ. അപ്പം ഇവിടെ ഓനുണ്ട്. അപ്പം അവൻ വന്നിട്ട് അവരുടെ ലാസ്റ്റ് നമ്മുടെ ഫോട്ടോ കാണിച്ചു തരാം. എന്തായാലും നമ്മുടെ ജയ്ഗുരു അടക്കം വരും. എന്തായാലും വെയിറ്റ് ചെയ്യും. നമുക്ക് ഇപ്പം ഒരു ഫോട്ടോ വെക്കാം. നമ്മൾ വെറുതെ വന്നതല്ലേ. നമ്മളെ ജയ്ഗുരു ജിന്യനെയോ എന്താണെന്ന് എടുക്കുന്നത് അറിയില്ല. പക്ഷെ ഓൻ പറഞ്ഞ ഹെയിങ്സ്റ്ററോ ജിന്യനെയോ പറ്റും. അതായത് ഓൻ്റെ ഓൻ കളറടിച്ചിട്ടുള്ളൊരു ഉടായ്പ് ജിന്നുണ്ട്. അതായത് നമ്മളന്ന് കണ്ടപ്പോയ ഇതില്ലേ ഒരു വണ്ടി. അപ്പം ഏതൊരു വണ്ടി എൻ്റെ അടുത്തിലും വരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വണ്ടി നമുക്കൊന്ന് പൂജിച്ച വണ്ടി ഇതാണ്. അപ്പം ഈ പൂജിച്ച വണ്ടീൻ്റെ കളറ് അതായത് ഫ്ലെക്സ് ഫുള്ള് ഓനെടുത്ത് അടിച്ചു മാറ്റിയല്ലേ. എൻ്റെ വണ്ടീൻ്റെ ഫ്ലെക്സ് അതായത് ഈ വണ്ടീൻ്റെ ഫ്ലെക്സ് ചെങ്ങായി ഫുള്ളെടുത്ത് മാറ്റി. അതായത് ഫുള്ളെടുത്ത് ആ ഫ്ലെക്സ് എന്താക്കി മറ്റേ ബസ്സിന് അടിച്ചെടുത്ത്. ആൻഡ് ഈ ഫുള്ള് അല്ലുടായിപ്പ് ഇതെല്ലാം കെട്ടിച്ചുള്ളൂ. നെറ്റിപ്പട്ടെല്ലാം കെട്ടിച്ച് ചങ്ങായി വരും. എന്തായാലും വന്നതിന് ശേഷമുള്ളൊരു ഫോട്ടോ എന്തായാലും ഇപ്പം അന്നേരം കാണിക്കാം. ഓക്കെ, ലാസ്റ്റ് നമ്മൾ രണ്ടാളുടെ ഫോട്ടോ വരും. ഓക്കെ, എന്തായാലും തംബ്നെയിൽ കൊടുക്കാം. ഫോട്ടോ നമുക്ക് തംബ്നെയിലിൽ കാണാം. ആൻഡ് ഓൾസോ ഈ ട്രിപ്പ് ഇപ്പം എന്തായാലും ഏകദേശം അവസാനിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ബിക്കോസ് അവൻ വരാൻ ഏകദേശം കുറച്ച് ടൈമും. അപ്പോൾ നമുക്ക് സമയം കളയണ്ടേ, നേരെ മൈൻഡപ്പ് ചെയ്യാം. സ്ഥാന മൈമൂനിൽ വന്ന് നല്ല അൽ ബുറാഖ് നൈസ് ബ്രോ. എന്തായാലും അൽ അബ്റാഖ് ചുരുക്കി പറഞ്ഞ ബുറാഖിന് എല്ലാവരും കൊണ്ടുപോകണം. എന്തായാലും തംബ്നെയിൽ കുറച്ച് കഴിഞ്ഞ് ഇടും. ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഇപ്പം തന്നെ മൈൻഡപ്പ് ആക്കാം. ബിക്കോസ് നമ്മൾ എന്തായാലും പോകാൻ ലേറ്റ് ആവും. ബിക്കോസ് ഈ പണീൻ്റെ ഇത് എന്തെല്ലാം പ്രശ്നവും അതായത് കുറച്ച് ഒരു അരമണിക്കൂറുള്ളത് കഴിഞ്ഞാൽ എന്തായാലും വരുന്നു. അപ്പം അവൻ എന്തായാലും ഒരു അരമണിക്കൂറാവും. നമുക്ക് നേരെ വൈൻഡപ്പ് ചെയ്യാം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് നെഹിയാൻ ഗെയിമിംഗ്. സോ ബൈ.